മഹാത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അല്പസമയത്തിനകം ഈദ്ഗാഹുകളിലേക്കൊക്കെ തന്നെ വിശ്വാസികൾ എത്തിക്കഴിയും. ഈദ്ഗാഹുകളിലേക്കും അതോടൊപ്പം തന്നെ പള്ളികളിലേക്കും ഒക്കെ തന്നെ UAE സംബന്ധിച്ചിടത്തോളം രാവിലെ 5:41 ആദ്യ പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അത് ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ തുടങ്ങിയിട്ടുള്ള എമിറേറ്റുകളിലാണ്. ദുബായിൽ 5:45 പ്രാദേശിക സമയം 5:45 അബുദാബിയിൽ 5:50 പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിക്കുക. UAE വെള്ളിയാഴ്ചയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പ്രാർത്ഥന വേറെയും ബലിപെരുന്നാളിന്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ വേറെയും നടക്കുമെന്ന് നേരത്തെ തന്നെ ഫത്വ കൗൺസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലായിടത്തും സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു. ഓരോ രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ അതത് പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലെത്തി ബലിപെരുന്നാൾ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യും. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ന് തന്നെയാണ്, ഒമാൻ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ചാണ് ഇത്തവണ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. ദുബായിൽ 2 മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഈദ്ഗാഹുകൾ ഒരുക്കിയിട്ടുണ്ട്. അൽമനാർ സെന്റർ അൽക്കൂസിലും അതോടൊപ്പം തന്നെ കിസൈസിലെ വുഡ്ലേം പാർക്ക് സ്കൂളിലും. ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മലയാളികൾക്ക് വേണ്ടി പ്രത്യേക ഈദ്ഗാഹ് നടക്കും. അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിലാണ് ഈദ്ഗാഹ് ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ പല ഭാഷകളിലുള്ള ഈദ്ഗാഹുകൾ UAE പല ഭാഗങ്ങളിലായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള മതപണ്ഡിതർ ഈദ് സന്ദേശം നൽകുകയും കുത്തുബകൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യും. വലിയ സന്തോഷത്തിൽ ആത്മസമർപ്പണത്തിന്റെ ഈ നിമിഷം ഏറ്റെടുക്കുകയാണ് എല്ലാ വിശ്വാസികളും. അവർ ഒരേ മനസ്സോടുകൂടി അല്പസമയത്തിനകം ഈ ഈദ്ഗാഹുകളിൽ എത്തുകയും പ്രാർത്ഥനാ ചടങ്ങുകളിൽ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി അവർ പങ്കുചേരുകയും ചെയ്യും. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.